छुप के तुमको देखा करते हैं बातें. Hi everyone, I hope you all are doing well and great. Welcome back to my YouTube channel. ഇന്നത്തെ ഈ വ്ളോഗ് എന്താണെന്ന് വെച്ചാൽ എനിക്കിന്ന് കോളേജുള്ളൊരു ദിവസമാണ്. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം ഞാൻ എങ്ങനെയൊക്കെയാണ് യൂട്ടിലൈസ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ ഒരു ചെറിയ വ്ളോഗിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നത്. സോ ആസ് യൂഷ്വലി ഫസ്റ്റ് എണീച്ച് കഴിഞ്ഞാൽ ചെയ്യുന്ന കാര്യമാണ് ചാർജ് ചെയ്യാന്നുള്ളത് ഫോണ്. അപ്പോൾ ഇന്നലെ ഏതായാലും ഫോണിൽ ചാർജ് ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാനത് ആഫ്റ്റർ എൻ്റെ എണീക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ബ്രഷ് ചെയ്യലൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ചാർജ് ചെയ്തത്. ഇല്ലാന്നുണ്ടെങ്കിൽ നേരത്തെ ഞെട്ടി എണീച്ചിട്ട് ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് ഫോണ് ചാർജ് ചെയ്തിടുക എന്നുള്ളതാണ്. അപ്പോൾ ഇന്നലെ ഏതായാലും ചാർജ് ചെയ്ത് കിടന്ന കാരണം എനിക്ക് പിന്നെ അത് ചെയ്യേണ്ടി വന്നിട്ടില്ല. പിന്നെ ഞാൻ ചെയ്യുന്ന ബെഡെല്ലാം ഒന്ന് ക്ലീനാക്കി സെറ്റാക്കി ഇടണം. കാരണം ഞാൻ എണീച്ച് കഴിഞ്ഞാൽ പിന്നെ എനിക്കത് തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ ബെഡ് ഭയങ്കര നീറ്റായിരിക്കണം. ഇല്ലാതെ എനിക്ക് ഒരു എന്തോ ഒരു ഇടങ്ങേറാണ്. ഇനിയിപ്പോൾ എത്ര തിരക്കിട്ട് പോയാലും ഇനിയിപ്പോൾ ഞാൻ ലേറ്റായിട്ട് എണീക്കുകയാണെങ്കിൽ പോലും ഞാൻ അത് പെർഫെക്റ്റാക്കി ഇട്ടിട്ടേ ഞാൻ പോവുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഒരു എന്താ ഇതിന് പറയാം, അങ്ങനത്തെ ഒരു വൃത്തികെട്ടൊരു സ്വഭാവം എനിക്കുണ്ട്. എന്തൊക്കെ കാര്യങ്ങൾ അവിടെ ബാക്കി കിടന്നാലും എനിക്കെൻ്റെ ബെഡ് ഭയങ്കര പെർഫെക്റ്റ് ആയിരിക്കണം. സോ അങ്ങനെ ഞാൻ ബ്രഷും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഇന്ന് ഞാൻ കുറച്ച് നേരത്തെ എണീച്ച്. അപ്പോൾ നല്ല വിശപ്പുണ്ട്. അങ്ങനെ ഞാൻ കുറച്ച് നേരത്തെ എണീച്ച്. അപ്പം ഞാൻ അങ്ങനെ ആലോചിക്കരുത് അപ്പോൾ എന്തിനാ എണീച്ച്. എന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പോലും എനിക്ക് കഴിക്കാൻ പറ്റില്ല. കാരണം എന്തോ ലെമൺ റൈസോ അങ്ങനെ എന്തോ ഒരു റൈസ് ആയിരുന്നത്. അപ്പോൾ റൈസ് ഉള്ള ദിവസങ്ങളിലൊന്നും ഞാൻ കഴിക്കില്ല. യൂഷ്വലി 7 ഡേയ്സിലൊരു 4 ദിവസം എന്തോ റൈസാണ് രാവിലെ ഉണ്ടാവുക. അപ്പം ഞാൻ എന്തായാലും ആ റൈസ് കഴിക്കില്ല. അപ്പം അതിൻ്റെ പകരം വല്ല ബ്രെഡോ ജാമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് കഴിക്കുക. ഓൾട്ടർനേറ്റ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കാണ്ട് ഞാൻ പോവില്ല. അങ്ങനെ ഇന്നലെ ഞാൻ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം അറിയാലോ ഞാൻ പോകുന്ന എപ്പോഴാണ് എണീക്കുന്ന എപ്പോഴാണെന്ന്. ഞാൻ പറഞ്ഞില്ലേ പോകുന്നതിൻ്റെ ഒരു 15 മിനിറ്റ് മുന്നാണെന്ന്. അപ്പോൾ എല്ലാം സെറ്റാക്കി വെക്കാണ്ട് കിടന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കറക്റ്റ് സമയത്ത് ഇറങ്ങി പോകാൻ പറ്റില്ല. അപ്പം ഞാൻ ഇതൊക്കെ കണ്ടിട്ട് മുന്നേ തന്നെ എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്ത് സെറ്റാക്കിയിട്ട് വെക്കും. അപ്പോൾ പിന്നെ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ലേറ്റായിട്ട് എണീക്കുന്നത് കേട്ടോ. കാരണം എനിക്കറിയാം ഞാൻ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്കിനി അത് എടുത്ത് പോയാൽ മതിയല്ലോ എന്നുള്ളൊരു വിശ്വാസം കൊണ്ടാണ് ഞാനത് അങ്ങനെ ചെയ്യുന്നത്, കുറച്ച് ലേറ്റായിട്ട് എണീക്കുന്നത്. ഈ 10 മണിക്കുള്ള ക്ലാസ്സിന് 10 മിനിറ്റ് മുന്നേ എണീക്കുന്നതിൻ്റെ ഗുഡൻസ് എന്താണെന്ന് വെച്ചാൽ കോളേജും ഹോസ്റ്റലും അടുത്തടുത്താണ്. അങ്ങനെ ഒരു എന്താ പറയുക, ആ ഒരു ധൈര്യത്തിലാണ് ആ സമയത്ത് എണീക്കുന്നത്. പെട്ടെന്ന് ഇറങ്ങി ഓടാവുന്നേ ഉള്ളൂ. അപ്പം ഫ്രഷ് ആവലൊന്നുമില്ല. ഇടയ്ക്ക് എപ്പോഴെങ്കിലുമൊക്കെ തോന്നുമ്പോൾ രാവിലെ ഫ്രഷ് ആയിട്ട് പോകും. ഫസ്റ്റ് ഇയർ ഞാൻ അവിടെ വന്ന സമയത്ത് ഭയങ്കര നല്ല കുട്ടിയായിരുന്നു. രാവിലെ 6 മണിക്ക് എണീക്കും. ഫുള്ള് തലക്കെ നനച്ച് കുളിച്ചിട്ടൊക്കെ ആയിരുന്നു ക്ലാസ്സിനൊക്കെ പോയിരുന്നത്. പിന്നെ ഒരു മാസമേ അങ്ങനെ ചെയ്തുള്ളൂ. പിന്നെ എനിക്ക് ഭയങ്കര അസുഖം വന്ന് തണുപ്പടിച്ചിട്ട്. ഭയങ്കര തണുപ്പാണ് ഇവിടെ ക്ലൈമറ്റ്. പിന്നെ ആ ഒരു നവംബർ ഡിസംബർ ആ സമയത്തായിരുന്നു നമ്മളെ വന്നിട്ടുണ്ടായിരുന്നത്, ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അന്നേരം ഭയങ്കര തണുപ്പായിരുന്നു. അതുകൊണ്ട് അതൊന്ന് ഭയങ്കരമായിട്ട് അസുഖം വന്നിട്ട് ആകെ ഇല്ലാതായി. അന്ന് എനിക്ക് പേടി കയറിയതാണ് രാവിലെയുള്ള കുളി. പിന്നെ ഞാനത് ഇങ്ങനെ ഗ്രാജുവലി നിർത്തി വന്ന് പിന്നെ തലൊന്ന് നനക്കാതായി. അങ്ങനെയൊക്കെ ആയിട്ട് ബ്ലാ 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 അങ്ങനെ പോയി. പിന്നെ കുളിയില്ല നനയില്ല ഒന്നുമില്ല. പക്ഷെ ഞാൻ അങ്ങനെ ഒന്നുമല്ല കേട്ടോ. ഞാൻ ദിവസം 2 നേരം കുളിക്കും. ഇപ്പം ഈവനിങ് വന്നാൽ ഫ്രഷ് ആയാൽ വീണ്ടും രാത്രി കിടക്കാൻ പോകുമ്പോൾ മസ്റ്റാണ്. ഇല്ലാണ്ട് എനിക്ക് ഉറക്കം കിട്ടില്ല. അങ്ങനത്തെ ഒരു പ്രത്യേക തരം ജീവിയാണ് ഞാൻ. പിന്നെ ആ സമയത്ത് ഞാൻ പോവും. രാവിലെ പോകുന്ന സമയത്ത് ഞാൻ പറഞ്ഞില്ല ഇന്ന് റൈസാണ്, ഞാൻ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് ഭയങ്കര വിഷമമാണ്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലെങ്കിൽ എന്തോ ഒരു ഇടങ്ങേറാണ്. പിന്നെ ഇങ്ങനെ സഹിച്ച് ക്ഷമിച്ച് പോവുകയാണ്. കഴിയാനായല്ലോ എന്നിങ്ങനെ ദിക്കറയിൽ ഇങ്ങനെ നടക്കുകയാണ്. ഞാൻ പോവാനായേ. വീട്ടിൽ വിളിച്ചാൽ ചോദിക്കും എന്നാ വരുന്നത്. ആ ചോദ്യം കേട്ടാൽ എന്നാ വരുന്നതെന്ന് പറയാൻ അങ്ങോട്ടുള്ളൊരു മറുപടി ഇല്ല. കാരണം ഇവിടുന്ന് ഒരു സംഭവം നമുക്ക് ഇവർ പറഞ്ഞില്ല, ഒരു ഹിൻറ്റ് നമുക്ക് തരില്ല. നിങ്ങൾ അടുത്ത മാസം പോകുന്നോ ഒന്നുമില്ല, അങ്ങനെ ഒരു കാര്യം പറയുന്നില്ല. പിന്നെ നമ്മളിങ്ങനെ പ്രഡിക്റ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുക. വിടുവായിരിക്കും, അടുത്ത മാസമെങ്കിലും വിടുവായിരിക്കും എന്ന് വിചാരിച്ചിങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ ഞാനിങ്ങനെ ഈ അടിക്കടിക്ക് വ്ളോഗ് ഇടുന്നത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് എപ്പോഴെങ്കിലുമൊക്കെ തോന്നുള്ളൂ വ്ളോഗ് ഇടാൻ വേണ്ടിയിട്ട്. ഞാൻ ഭയങ്കര മടിച്ചാണ്. എന്താണെന്ന് പറഞ്ഞാൽ എനിക്കെപ്പോഴും തോന്നൂല അങ്ങനെ എല്ലാം ചെയ്യാൻ, എപ്പോഴൊന്നും തോന്നൂല. അപ്പോൾ അറിയാലോ ഞാനൊരു മാസം കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് എണീച്ച് വരുന്നത്. അപ്പോൾ പിന്നെ എനിക്ക് തോന്നുന്ന സമയത്ത് ഇടട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇടുന്നതാണ്. പിന്നെ ഏതായാലും ഇവിടുത്തെ ഈ ജീവിതം കഴിയാനായല്ലോ, അപ്പോൾ എന്തെങ്കിലുമൊക്കെ മെമ്മറീസ് വേണ്ടേ. അപ്പോൾ അതിനും കൂടെ വേണ്ടിയിട്ട് ഞാനിങ്ങനെ ക്യാപ്ചർ ചെയ്യുന്നതാണ്.
അങ്ങനെ ഞാൻ ഇതായിരുന്നു ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ ബൈ ബൈ പറഞ്ഞിട്ട് കോളേജിൽ പോയി കഴിഞ്ഞാൽ പിന്നെ വരുന്നത് 1 മണിക്കാണ്. അപ്പോഴത്തെ ഫുഡാണിത്. ഇതായിരുന്നു ഉച്ചയ്ക്ക് ഉണ്ടായിരുന്നത്. അതിൽ ആ മാങ്ങ കാണുന്ന അച്ചാറാണ് കേട്ടോ. മറ്റേത് പിന്നെ എന്തായിരുന്നു, അത് എന്തോ ഒരു സംഭവം, എന്തോ ഒരു പയറോ എന്തോ സംതിങ് എന്തോ സാധനമായിരുന്നു ഉണ്ടായിരുന്നത് ഉച്ചയ്ക്ക് കഴിക്കാൻ. അങ്ങനെ അതും കഴിച്ച് തിരിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ 5 മണിക്ക് വരും, ചായ കുടിക്കാൻ വരും. ചായ കുടിക്കുന്ന സ്പോട്ടാണിത്. അറിയാമല്ലോ ഞാൻ എവിടെ ഇരിക്കുന്നതെന്ന്. മെസ്സിൻ്റെ ബാക്ക് സൈഡിൽ, മീൻസ് ബാക്ക് സൈഡ് വരുമ്പം അലക്കുന്ന ഏരിയ ആണ്. ഇവിടെ ഇരുന്നിട്ടാണ് ഞാൻ ചായ കുടിക്കൽ. അങ്ങനെ എൻ്റെ ചായയും കുടിയും പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞാൻ ഒറ്റക്കാണ് കേട്ടോ അങ്ങോട്ട് വരൽ. ഇവിടെ ഇരിക്കുമ്പോൾ എന്തോ ഒരു ആശ്വാസമാണ്. അപ്പോൾ അങ്ങനെ ഞാനിവിടെ ഇരുന്ന് ചായയൊക്കെ കുടിച്ച് ആടി പാടി ജസ്റ്റ് അവിടെ ഇരുന്നിട്ട് ഞാൻ ഇന്നോട് തന്നെ എന്തൊക്കെയോ സംസാരിക്കും. അങ്ങനെ ചിലപ്പോൾ അവിടെ ഇതേപോലെ ചായ കുടിക്കാൻ വരുന്ന കുറേ ആൾക്കാരുണ്ട് കേട്ടോ. ഞാൻ അവരായിട്ട് സംസാരിച്ച് അങ്ങനെ ഇരുന്ന് ചായ കുടി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ചിലപ്പോൾ 6 മണി വരെ ഒക്കെ അവിടെ ഇരിക്കും. അങ്ങനെ 6:30 ഒക്കെ ആകുമ്പോഴത്തേനും ഇവിടെ അറ്റൻഡൻസ് എടുക്കുന്ന പരിപാടി ഉണ്ട്. നമ്മളെല്ലാവരും കൂട്ടിൽ കയറിയോന്ന് അറിയാൻ വേണ്ടിയിട്ട് അറ്റൻഡൻസ് എടുക്കും. പ്രയർ കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം തന്നെ ഒരു 7 മണിയൊക്കെ ആവും പ്രയർ കഴിയുമ്പോഴത്തേനും. പിന്നെ 7 മണി മുതൽ ഒരു 7:30 8 മണി വരെയൊക്കെ ഞാൻ ബാക്ക് സൈഡിലല്ല ഇരിക്കുന്നത്. അന്നേരം ഞാൻ ഫ്രണ്ടിൽ പോയിരിക്കും, കോളേജിൻ്റെ ഫ്രണ്ടിൽ പോയിരിക്കും. ഇത്രയേ ഉള്ളൂ കേട്ടോ ഞങ്ങളുടെ ഹോസ്റ്റലും കോളേജും തമ്മിലുള്ള ഡിഫറൻസ്. ഇതാണ് കോളേജ്. ഇപ്പം ഞാൻ ഈ വീഡിയോ ക്യാപ്ചർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഹോസ്റ്റലിൽ നിന്നിട്ടാണ്. അപ്പോൾ തന്നെ മനസ്സിലാവാമല്ലോ ഹോസ്റ്റലും കോളേജും തമ്മിൽ എത്രത്തോളം ഡിസ്റ്റൻസ് ആണുള്ളത് എന്നുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ പ്ലീസ് സപ്പോർട്ട് ആൻഡ് സബ്സ്ക്രൈബ്.